നമസ്കാരം. നമ്മൾ വളരെ നാളുകൾക്ക് ശേഷമാണ് വീണ്ടും കണ്ടുമുട്ടുന്നത്. നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത് റിസ്ക് അസസ്മെന്റ് ആയിരുന്നു. വളരെ വിശദമായിട്ട് തന്നെ നമ്മളത് സംസാരിച്ചു. ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് ഫയർ എന്നുള്ളത്. ഒരു ദിവസമെങ്കിലും ഇത്തരത്തിലുള്ള ഒരു അപകടം നമ്മൾ കേൾക്കാത്ത ദിവസങ്ങളില്ല. അപ്പൊ എന്താണ് ഫയർ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമുക്കറിയാം, ഒരു ഫയർ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു ഫ്യൂവൽ ഉണ്ടാകണം, അതിന് ഓക്സിജൻ അവൈലബിൾ ആകണം, അതുപോലെ തന്നെ ഹീറ്റ് ഉണ്ടാകണം. അപ്പൊ ഫ്യൂവലും ഓക്സിജനും ഹീറ്റും കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്? ഫയർ ഉണ്ടാകുന്നത്. സോ ഫയർ ഈസ് എ കെമിക്കൽ റിയാക്ഷൻ വിച്ച് പ്രൊഡ്യൂസസ് ഹീറ്റ് ആൻഡ് ഫ്ലെയിം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. എന്നുവെച്ചാൽ ചൂടും അതുപോലെ തന്നെ ഫ്ലെയിമും ഉൽപ്പാദിപ്പിക്കുന്ന മനുഷ്യനും അതുപോലെ തന്നെ പ്രോപ്പർട്ടിക്കും നാശമുണ്ടാക്കുന്ന ഒന്നാണ് ഫയർ എന്ന് പറയുന്നത്. അപ്പോ ആ ഫയർ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലായിട്ട് ഇൻഡസ്ട്രീസിലുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലുണ്ട്, ഷോപ്പുകളിലുണ്ട്. അപ്പം ആ ഫയറിനെ എങ്ങനെയാണ് നമുക്ക് സപ്രസ് ചെയ്യാൻ സാധിക്കുന്നത്, ആ ഫയറിനെ എങ്ങനെ നമുക്ക് ഒഴിവാക്കാം, അതിനോട് എങ്ങനെ ഫൈറ്റ് ചെയ്യാം, ഫയർ എങ്ങനെ അണയ്ക്കാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ വരും ക്ലാസ്സുകളിൽ നമുക്ക് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യാം. ഇന്നിപ്പോ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു ജനറലി ഫയർ എന്താണെന്നും എത്ര തരത്തിലുള്ള ഫയർ ആണുള്ളത്. നമുക്കറിയാം, പ്രധാനമായും നമ്മൾ ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി ആൻഡ് ഇലക്ട്രിക്കൽ ഫയർ ഇങ്ങനെയാണ് പറയാറുള്ളത്. പിന്നെയുണ്ട് ഡി ഉണ്ട്, പിന്നെ ഇ ഉണ്ട്, എഫ് ഉണ്ട്. അപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള ഫ്യൂവലിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഫയറിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ക്ലാസ് എ എന്ന് പറയുമ്പോൾ സോളിഡ് ഫയർ ആണ്. അത് വുഡ്, അതുപോലെ തന്നെ പേപ്പർ, ഗാർബേജ്, ഇങ്ങനെയുള്ള സോളിഡ് ഐറ്റംസിലൊക്കെ ഉണ്ടാകുന്ന ഫയറിനെയാണ് നമ്മൾ ക്ലാസ് എയിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നത്. ക്ലാസ് ബി എന്ന് പറയുമ്പോൾ ഫ്യൂവൽ റിലേറ്റഡ് ആയിട്ടുള്ള ഓയില്, പെട്രോൾ, ഡീസൽ, ഇത്തരത്തിലുള്ള മെറ്റീരിയൽ ഉണ്ടാകുന്ന ഫയറാണ് ക്ലാസ് ബി ഫയർ. പിന്നെ ക്ലാസ് സി ഫയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, LPG പോലെയുള്ള ഗ്യാസ് ഐറ്റംസ്, ഗ്യാസുകൾ പോലെ, ഗ്യാസ് ഫയർ പോലെയുള്ള ഫയറാണ് ക്ലാസ് സിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഇലക്ട്രിക്കൽ ഫയർ, നമ്മുടെ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സിനൊക്കെ ഉണ്ടാകുന്ന ഫയർ. പിന്നെ ഡി, ഇ, എഫ് എന്നൊക്കെ പറയുമ്പോൾ മെറ്റലുമായി ബന്ധപ്പെട്ട, അതുപോലെ തന്നെ നമ്മുടെ മറ്റ് കുക്കിംഗ് ഫ്യൂവലുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഫയറുകളാണ് ആ ക്ലാസിഫിക്കേഷൻ വരുന്നത്. മെയിൻലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി, പിന്നെ ഇലക്ട്രിക്കൽ ഫയർ. അപ്പോൾ അടുത്ത സെഷനിൽ നമ്മൾ ഈ ഫയറുകളെ എങ്ങനെ സപ്രസ് ചെയ്യാം, എങ്ങനെ ഫൈറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.